കോഴിക്കോട് പാമ്പ് വേലായുധൻ സ്മാരക ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് പാമ്പ് വേലായുധൻ ഓർമ്മദിനം സംഘടിപ്പിച്ചു. മെയ് 1 സമുദ്രതീരം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മദിന ചടങ്ങ് പ്രശസ്ത ഗായകൻ പന്തളം ബാലൻ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാമ്പ് വേലായുധൻ ചേട്ടൻ്റെ 26ാമത് ചരമവാർഷികമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഈ വേദിയിലുണ്ട്, പ്രിയ മകൾ ഈ വേദിയിലുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട റുവൽ സിംഗ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അന്തേവാസികളെ, സഹോദരി സഹോദരന്മാരെ, സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലെ പരിപാടിയിൽ 2ാമത് പ്രാവശ്യമാണ് ഞാൻ സംബന്ധിക്കുന്നത്. ഞാൻ അന്നും പറഞ്ഞിരുന്നു, വളരെ വ്യത്യസ്തമായ ഒരു പേരാണ് മതേതര വയോജന കേന്ദ്രം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മതത്തിൻ്റെ പേരിൽ മാത്രം മനുഷ്യനെ വിഭിന്നമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ അർത്ഥവത്തായ ഒരു പേരാണ്. ഏത് മതക്കാരനും ഇവിടെ വരാം. ഇവിടെ ഇരിക്കുന്നവരുടെ മതം നോക്കിയല്ലല്ലോ നമ്മൾ ഇവരെ സംരക്ഷിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതിയിലുള്ള ഏറ്റവും വലിയ സമൂഹത്തിന് മാതൃകയാകുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ചരമ വാർഷികം അല്ലെങ്കിൽ ഓർമ്മദിനം നമ്മളിവിടെ കൊണ്ടാടുന്നത്. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യനെ തിരിച്ചറിയുകയോ അവരുടെ കഴിവുകളെപ്പറ്റി തിരിച്ചറിയുകയോ എന്ന് വിചാരിക്കും. ഇപ്പം വാവ സുരേഷ് എന്ന് പറയുന്ന പാമ്പ് വേലായുധൻ ചേട്ടന് ശേഷം മലയാളം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു എന്താ പറഞ്ഞ പാമ്പ് സ്നേഹ. ഈ അതിഥി എന്നുള്ള പേരൊക്കെ കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ വാവയല്ലേ, അതിഥി. അതിനോടുള്ള ഒരു ബഹുമാനമാണ്, ആ റെസ്പെക്ട് കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ റോൾ മോഡലാണ് പാമ്പ് വേലായുധൻ ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ സ്മരണ അല്ലെങ്കിൽ ഓർമ്മ ദിനം ഇത്രയും ഇനിഷ്യേറ്റീവായിട്ട് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കോഴിക്കോടുനിന്ന് അല്ലെങ്കിൽ ആ സ്ഥലത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് നടത്താനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തത് ബാവയുടെ ഒറ്റ ഒരാളുടെ ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ്. അപ്പം അതൊരു വലിയ മനസ്സാണ്. മറ്റൊരാളെ അംഗീകരിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. ഞാനാണ് ഈ ഫീൽഡിലെ കേമൻ എന്ന് പറയുന്ന നടക്കുന്ന ആൾക്കാരുള്ള ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ സമൂഹത്തിൽ ഇന്ന് വളരെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരാളാണ് വാവ സുരേഷ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നന്മകൾ കിട്ടിയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പാമ്പ് വേലായുധൻ ചേട്ടന്റെ കാരണം ഞാനൊക്കെ ചെറിയ പ്രായത്തിലായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഈ കഥകളും കാര്യങ്ങളൊക്കെ പത്രങ്ങളിൽ കൂടി. അത്തരത്തിലുള്ളൊരു മനുഷ്യന്റെ നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും കൊച്ചുമക്കളും ഹസ്ബൻഡും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വലിയ കുടുംബത്തിന്റെ ഓർമ്മ, ഗൃഹനാഥന്റെ ഓർമ്മ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കോഴിക്കോട് നിന്ന് കൊല്ലത്ത് വരെ എത്തിയിരിക്കുന്നു. അതിനപ്പുറം തന്നെ, കാരണം റുവൽ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് ഇവിടെ കയറി വരുമ്പോൾ അറിയാം ഇതിന്റെ ഒരു വൃത്തിയും. അതോടൊപ്പം തന്നെ സാധാരണ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ലോഷന്റെ മണോ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാരല്ലേ സമൂഹത്തിൽ വിഭിന്നങ്ങളായിക്കൊണ്ടിരിക്കുന്ന, സംരക്ഷിക്കാൻ ആൾക്കാരില്ലാതിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ സംരക്ഷിച്ച് ഇവിടെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെന്നും റുവൽ സിംഗിനോടും സമുദ്രതീരം എന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനോടും ഈ സ്ഥാപനത്തോടും നമ്മുടെ വീടാണിത് എന്ന് ഉള്ള ചിന്തയോട് വേണം നമ്മൾ ജീവിക്കുവാൻ. നമുക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ ഒരു മനുഷ്യന് ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞായിരുന്നു, ഒരുപാട് പണമുള്ള ഒരുപാട് പേരുണ്ട്, ഇഷ്ടത്തിന് അതിനപ്പുറത്തോളം പണമുണ്ട്. പക്ഷെ അവര് അമ്പലങ്ങളിലോ പള്ളിയിലോ ഒക്കെയാണ് അവരുടെ പൈസ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷെ നേരെ മറിച്ച്
പണം ഉണ്ടായിട്ടില്ല, സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരാളാണ് റുവൽ സിംഗ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു നന്മ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ട് അദ്ദേഹം സമൂഹത്തിലെ ഇത്തരത്തിലുള്ള അനാഥർ എന്ന് പറയത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള പലരുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള യാതൊരു സംശയമില്ല. അവരെയൊക്കെ സംരക്ഷിക്കാൻ മക്കൾക്ക് സാധിക്കാത്ത ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുള്ളത്. പക്ഷേ അവരെ സംരക്ഷിക്കാൻ റുവൽ സിംഗ് എന്ന് പറഞ്ഞ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും കാണിക്കുന്ന, ഇവിടെ അദ്ദേഹത്തിന്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ മുമ്പ് വന്നപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ നല്ലൊരു അമ്മയുടെ മകനായിട്ട് വളർന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് ആർക്കും ചെയ്യാൻ സാധിക്കുന്നില്ല. സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്, പണമുള്ളവരുണ്ട്, പണമില്ലാത്തവരുണ്ട്. പക്ഷേ മറ്റൊരുത്തന്റെ വേദന അറിഞ്ഞ് അവരെ സഹായിക്കുമ്പോഴാണ് മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്. അത്തരത്തിൽ വ്യത്യസ്തനായ ഒരാളാണ് ഈ സ്ഥാപനം നടത്തുന്നത്. ഇപ്പം 2-3 മാസം കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയ സംവിധാനത്തിലേക്ക് ഈ പ്രസ്ഥാനം മാറുന്നു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇപ്പം ഗുരുവായൂരപ്പന് 10 കോടി രൂപ കൊടുക്കുകയോ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇഷ്ടത്തിന് പൈസയുണ്ട്, അവിടെ വീണ്ടും കൊണ്ട് 10 പൈസ ഇടുകയാണ്. അതാണ് നമുക്ക് ആർക്കെങ്കിലും വല്ലതും തരുന്നുണ്ടോ? തരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ പണമുള്ള ആൾക്കാർ വീണ്ടും കൊണ്ട് പണം ഉള്ളിടത്തേക്ക് നിക്ഷേപിക്കുന്നു. പക്ഷെ സാധാരണക്കാരൻ ഇപ്പോഴും പട്ടിണിയാണ്, വീടില്ലാത്തവരുണ്ട്, ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്ര ആൾക്കാരാണ്. ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒരു നേരത്തെ ഭക്ഷണത്തിന് പിന്നെ ഒരല്പം അരി മോഷ്ടിച്ചെന്ന് തല്ലിക്കൊന്നൊരു നാടാണ് നമ്മുടെ മധു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ തല്ലിക്കൊന്നൊരു നാടാണ്. അതോടൊപ്പം തന്നെ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വിദ്യാസമ്പന്നരായ കുട്ടികളെ അധ്യാപകർ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കിട്ടുന്ന, ബഹുമാനം കിട്ടുന്ന ഒരു മേഖലയാണ് അധ്യാപനം എന്ന് പറഞ്ഞ്. ഇന്നത്തെ അധ്യാപകരെ പറ്റി ഒരു കുട്ടിയുടെ നിറം നോക്കിയിട്ട്, അവന്റെ ജാതകി നോക്കി, അവന്റെ അമ്മയുടെ ജോലി നോക്കി, അവന്റെ അച്ഛന്റെ ജോലി വളരെ മോശമാണെന്നൊക്കെ മറ്റുള്ളവരുടെ കുട്ടികളുടെ പിന്നെ സാന്നിധ്യത്തിൽ പറയുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു വേദന ഇന്ന് നമ്മുടെ പല കുഞ്ഞുങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മതമല്ല, നിറമല്ല പ്രശ്നം, ജാതിയല്ല പ്രശ്നം, മനുഷ്യത്വമാണ് മനുഷ്യന് വേണ്ട. മനുഷ്യൻ, ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അതെല്ലാവർക്കും ബാധകമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ വിഭാഗമാണ്. ഒരു ചോര കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു ചോര കുഞ്ഞായിട്ട് ജനിക്കുന്നു. പിന്നീട് അവരുടെ പേരൻസും മറ്റുള്ളവരും ഒക്കെ ഈ മതവും ജാതിയൊക്കെ അടിച്ച പേരിൽ നമ്മളില്ലെങ്കിൽ നമ്മളെല്ലാം തുല്യരാണ്. നമ്മുടെ ശരീരത്തിൽ ഓടുന്നതെല്ലാം ചുവന്ന ചോരയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ പലപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മളെല്ലാം ഒന്നിക്കുന്നത്. പ്രളയം വന്നപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു. അന്നേരം ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാം, ഞാൻ 10 ദിവസം കോവിഡ് വന്ന് വെന്റിലേറ്റർ കിടന്ന ഒരാളാണ്. അന്ന് എന്നെ ചികിത്സിച്ചത് നമ്മുടെ ഇവിടുത്തെ ദൈവങ്ങൾ എന്ന് പറയുന്നല്ലോ. ഞാൻ ഒരു അമ്പലത്തിലും പോകാത്ത ഒരാളാണ്. പാടാൻ മാത്രമാണ് അമ്പലത്തിൽ പോകുന്നത്. ഞാൻ ഒരു ദൈവത്തെ കണ്ടിട്ടില്ല. മോൻ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടുണ്ടോ? കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശിവനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും പരമശിവനെ കണ്ടിട്ടുണ്ടോ? സങ്കല്പങ്ങളാണ്, എല്ലാം ഒരു സങ്കല്പം. ഞാൻ കണ്ട ദൈവം എൻ്റെ അച്ഛനും അമ്മയും. പിന്നെ നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഇപ്പോൾ മോന്റെ പേര് അനന്തുവിന്റെ ദൈവം ആരാണ്? അനന്തുവിന്റെ അമ്മയും അനന്തുവിന്റെ അച്ഛനും. ഇപ്പോൾ നമ്മൾ ദൈവതുല്യനായി കാണേണ്ട ആളാണ് ആ ഇരിക്കുന്ന റുവൽ സിംഗ് എന്ന് പറയുന്ന ആ മനുഷ്യനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ജീവിച്ചിരിക്കുന്ന ദൈവം, നമ്മൾ നേരിൽ കാണുന്ന ദൈവം, നമുക്കൊരു പ്രശ്നമുണ്ടാകും നമ്മളെ സംരക്ഷിക്കുന്നവരാണ് യഥാർത്ഥ ദൈവം. ഒരു നേരത്തെ ആഹാരം തരുന്നവര്, നമുക്ക് സംരക്ഷണം തരുന്നവര്, നമ്മുടെ മതത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ അല്ല അനന്തു ഇവിടെ വന്നിരിക്കുന്നത്, അല്ലല്ലോ. നിന്റെ കഴിവിനെ പറ്റി പറയുമായിരുന്നു അദ്ദേഹം. ഭയങ്കര ഡാൻസറാണെന്ന് പറഞ്ഞു. നല്ലൊരു കൈയ്യടി കൊടുത്തേ അനന്തുവിന്. ഇനിയും ഡാൻസ് ചെയ്യണം, ഇനിയും പാട്ട് പാടണം. അനന്തുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു ജോലി വേണമെന്നുള്ളതാണ്. നമുക്ക് ജോലി ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പിന്തള്ളപ്പെടുന്നത്. ഒരു മതത്തിന്റെ പേരിലോ ഒരു ജാതിയുടെ പേരിലോ അല്ല നമ്മൾ കാണേണ്ടത്. മനുഷ്യത്വത്തിന്റെ പേരിൽ മനുഷ്യനെ ചേർത്ത് നിർത്തുമ്പോഴാണ് മനുഷ്യൻ വ്യത്യസ്തനാകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത്, പുതു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ തെറ്റേത് ശരിയേത്, നമ്മൾ ചെയ്യുന്ന തെറ്റും ശരിയും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മാത്രമാണ് നമ്മൾ നാളെ അനന്തു ഇതുപോലുള്ള സ്ഥാപനം നടത്താൻ ബാധ്യസ്ഥനായി മുന്നോട്ട് മറ്റുള്ളത്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സംരക്ഷിക്കപ്പെടാത്ത ഒരുപാട് പേരുണ്ട്, പാവങ്ങളായിട്ടുള്ള. അവരെയൊക്കെ സംരക്ഷിക്കാൻ മോന് സാധിക്കണം, നിങ്ങൾക്ക് സാധിക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കണം. അത്തരത്തിലേക്ക് ഇപ്പൊ മോൻ 17 വയസ്സല്ലേ ആയുള്ളൂ, ഇനിയും സമയമുണ്ട്, ഒരുപാട് സമയമുണ്ട്. സമൂഹത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യാൻ മോന് സാധിക്കണം, അങ്ങേക്ക് സാധിക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സാധിക്കണം. വ്യത്യസ്തമായ
ആശയങ്ങളിൽ കൂടി വ്യത്യസ്തമായ ജീവിത സാഹചര്യം മറ്റുള്ളവരുടെ ജീവിതങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കണം. അപ്പോൾ നോക്കട്ടെ, എത്രമാത്രം സ്നേഹിച്ചായിരിക്കും ഒരു അദ്ദേഹത്തിൻ്റെ ഇപ്പം പാമ്പ് വേലായുധൻ ചേട്ടൻ്റെ ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കുന്നു, മകള് ജീവിച്ചിരിക്കുന്നു, കൊച്ചുമക്കൾ ജീവിച്ചിരിക്കുന്നു. ആ ഒരു വേറുപാടിനെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കട്ടെ. ഞാൻ 18 വയസ്സിൽ എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം പന്തളം ബാലൻ എന്നൊരു പാട്ടുകാരൻ, എൻ്റെ അച്ഛൻ, ഞാൻ 10,000 പേരുകൾ പാടിയിട്ടുണ്ടല്ലോ, അതിലൊരു 10 പേര് പോലും എൻ്റെ അച്ഛൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പിന്നീടുള്ള യാത്ര മൊത്തം ഒറ്റയ്ക്കായിരുന്ന യാത്ര. ആ ഒറ്റയ്ക്കുള്ള യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന വളരെ കുറച്ചു പേരായിരിക്കും. അങ്ങനെയുള്ള പിന്നെ ആൾക്കാരെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ വാവാ സുരേഷ് എന്ന് പറയുന്ന, ഇന്ന് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കല്യാണം ഉണ്ടായിരുന്നു. പക്ഷേ വാവാ സുരേഷ് എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ, നിങ്ങളറിയുന്ന വാവ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. വാവയുടെ ജീവിതത്തെ പറ്റി നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാവയുടെ അച്ഛൻ മരണപ്പെട്ടു. വാവയുടെ സിസ്റ്റർ ഇന്ന് പിന്നെ കരൾ രോഗത്തിന്റെ ഭാഗമായി, കിഡ്നി രോഗത്തിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. കൂടെ ഇരിക്കാൻ ആളില്ല. ആര് സംരക്ഷിക്കും? വാവ എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ടെന്നറിയാം. വാവ ആരെയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നറിയാം. വാവയുടെ എല്ലാ ജീവിത കഥകളും അറിയുന്ന, എല്ലാ സങ്കടങ്ങളും അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ വാവ മരണത്തോട് മല്ലിട്ട് പുതിയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആദ്യമേ കാണണം എന്ന് പറഞ്ഞത് മന്ത്രി വാസവനാണ്. അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം തിരിച്ച് ഇന്ന് നമ്മൾ കാണുന്ന വാവയിലേക്ക് എത്തിച്ചതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഇപ്പോഴത്തെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കോട്ടയം MLA ശ്രീ വാസവൻ എന്ന് പറയുന്നത്. അതിനുശേഷം വാവയ്ക്ക് കാണണമെന്ന് പറഞ്ഞതും എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞതും പന്തളം ബാലനെയാണ്. എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹം എന്നെയാണ് വിളിച്ചത്, എന്നോടാണ് സംസാരിച്ചത്. കാരണം നമ്മൾ കൊടുക്കുന്ന സ്നേഹം. സ്നേക് മാസ്റ്റർ വാവാ സുരേഷ് മുഖ്യ അതിഥിയായി. ഇന്ന് മെയ് 1 നമ്മളൊക്കെ മറക്കാത്ത തൊഴിലാളി ദിനമെന്നുള്ളതല്ല, നമ്മുടെയൊക്കെ മുൻകാലത്ത് പാമ്പ് എന്താണെന്നും പാമ്പുകൾ ഒക്കെ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കേരളത്തിൻ്റെ, അല്ലെങ്കിൽ കോഴിക്കോടും ജനിച്ച് കേരളം മുഴുവനും ലോകം മൊത്തം അറിയപ്പെട്ടിരുന്ന ഒരു പ്രിയപ്പെട്ട ഗുരുനാഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പാമ്പ് വേലായുധൻ. വേലായുധൻ ചേട്ടൻ മരണപ്പെട്ടിട്ട് 26 വർഷമാണ് മെയ് 1. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനം, ചരമദിനം എന്നാണ് നമ്മളൊക്കെ വെക്കുന്നത്. ആ ഒരു വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ചരമദിനം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓർമ്മ ദിനം, ആ മഹാ വ്യക്തിയുടെ ഓർമ്മ ദിനം. അപ്പോൾ ഈ ദിവസം ഇവിടെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. നമ്മുടെ സ്വന്തം, നമ്മുടെ സാറിൻ്റെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം. ഞാൻ പരിചയപ്പെട്ടതിനെ വെച്ച് ഏറ്റവും ആദ്യം മറക്കാൻ പറ്റാതിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ, സ്ഥാനത്ത് ഞാൻ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പന്തളം ബാലൻ സാറ്, അതോടൊപ്പം തന്നെ നമ്മുടെ റൂബിൻ സാറിനെ ഒരിക്കലും പരിചയപ്പെട്ടതിൻ്റെ എന്നും ഞാൻ ഓർക്കുന്ന, ദിവസേന ഓർക്കുന്ന 2 മുഖങ്ങളുണ്ട്. ഇവർ എന്നും ഓർക്കുന്നില്ല എന്നുള്ളതാണ്. ഈ 2 മുഖങ്ങളിൽ എന്നും ഓർക്കുന്നത്. വളരെ സന്തോഷം ഇങ്ങനൊരു സ്ഥാപനത്തിൽ വരാനും ഇങ്ങനൊരു ഫംഗ്ഷൻ ഇവിടെ നടത്താനും. അതോടൊപ്പം തന്നെ നമ്മൾ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് വേലായുധൻ്റെ മകള്. അതിനുപരി അമ്മ ഉണ്ടെങ്കിലേ മക്കളുള്ളൂ, അല്ലേ അമ്മ? നമ്മളൊക്കെ എല്ലാവരും ഓർക്കുന്നത് പുതിയ വരുന്ന ആൾക്കാർ, അച്ഛനും അമ്മ ഇല്ലാതെ മക്കളില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഓർക്കുന്നത് വാവാ സുരേഷിനെ ഓർക്കുമ്പോൾ ആരും വാവാസുരേഷിൻ്റെ അമ്മയും അച്ഛനെ ഓർക്കാറില്ല, അവർ തള്ളിക്കളയുകയാണ്. അസീസ് മഠത്തിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഞാൻ ഏതാണ്ട് ഒരു 4 വർഷം മുമ്പേ ഞാനും വേലായുധേട്ടനൊക്കെ സുരേഷിൻ്റെ കൂടെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നുണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ വിവിധ പല പരിപാടികളും ഉണ്ടായ സമയത്തൊക്കെ അദ്ദേഹത്തിനെ കാണാനും കേൾക്കാനും അദ്ദേഹത്തിൻ്റെ ആ നന്മ നിറഞ്ഞ വാക്കുകൾ കേൾക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടും ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹമാണ് എത്തിച്ചേർന്നത്. അദ്ദേഹം അതോടൊപ്പം തന്നെ പിന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് മുഖ്യ അതിഥിയായി എത്തിവർത്ത നമ്മളെ പാമ്പ് വേലായുധൻ ഏട്ടൻ്റെ മകള് സംഗീത, അതോടൊപ്പം തന്നെ വേലായുധേട്ടൻ, അതോടൊപ്പം പിന്നെ വേലായുധേട്ടൻ്റെ ഭാര്യ, അതോടൊപ്പം സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപാട് എടുത്തു പറയാനുണ്ട്. പക്ഷേ അതോടൊപ്പം ബാലേട്ടന് കുറേ തിരക്കായതുകൊണ്ട് മാത്രമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ അതിഥി റൂബൻ സാറ്,
അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും ഇതൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട നമ്മളെ സുരേഷ് സാർ പറഞ്ഞതുപോലെ തന്നെ നല്ല ഡ്രസ്സ് അണിഞ്ഞ് നമ്മളെ കൂടെയുള്ള ഒരുപാട് മക്കളെയും മരുമക്കളെയും ഒക്കെ നല്ല രീതിയിൽ താലോലിച്ച് വളർത്തേണ്ട ഒട്ടനവധി ആളുകളാണ് നമ്മളെ മുമ്പ് ഈ നിൽക്കുന്നത്. അവരെ കൈകോർത്ത് പിടിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒരു സന്മനസ് കാണിച്ച നമ്മുടെ ബഹുമാനപ്പെട്ടതിൻ്റെ റൂബൻ സാറ്, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചെറുപ്പം, അദ്ദേഹം പറഞ്ഞു, ഞാൻ കരിങ്കല്ല് കോറിയിൽ കരിങ്കല്ല് പൊട്ടിച്ച് വളരെ അന്നത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടുള്ള കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടെ. അദ്ദേഹത്തിന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയെ എടുത്ത് പറയേണ്ടതാണ്. കാരണം എൻ്റെ മക്കൾ, അത് ഇന്ന് സമൂഹത്തിനിടയിൽ മയക്കുമരുന്നും അനാചാരവും പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ അമ്മക്ക് പടച്ച തമ്പുരാൻ എൻ്റെ മകൻ നല്ല രീതിയിലായതുകൊണ്ടാണല്ലോ എനിക്ക് ഇന്നും പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു നല്ല ആത്മവിശ്വാസത്തോടുള്ള അമ്മ ഈ മകനെ പ്രസവിച്ചതും ആ മകനാലെ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായി ഇന്നും സാന്ത്വനമേകാൻ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വാഹനം കിട്ടാതെ വരുന്ന സമയത്ത് ഇന്ന് അദ്ദേഹം ഒരുപാട് ആളുകൾ, നൂറുകണക്കിന് ആളുകളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർക്ക് തന്നെ സ്വന്തമായിട്ടൊരു ആംബുലൻസ്, ഒരുപാട് ആളുകളെ കൈകോർത്ത് നിർത്താനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ സന്മനസ് കാണിച്ച ആ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഞാൻ ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ സുരേഷ് സാറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് അവരും. അതോടൊപ്പം തന്നെ ഞാൻ ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ വലിയൊരു ആരാധകനൊന്നല്ലെങ്കിലും അടുത്ത കാലത്ത് സെനഗൽ എന്ന് പറഞ്ഞ ഒരു ടീം ഉണ്ടായിരുന്നു. ആ സെനഗൽ എന്ന് പറഞ്ഞ ടീമിനെ അവർ സൗദി അറേബ്യക്കെതിരെ ആഞ്ഞടിച്ച് മുന്നോട്ട് വന്നപ്പോൾ അവർ വലിയ ആരാധകരായി മാറി ലോകത്തിനിടയിൽ. ആ സെനഗലിന്റെ പേരാണ് ഇദ്ദേഹം ഒരു മകനിട്ടത്. നമ്മളെ ഈ റൂബൻ സാറ് അദ്ദേഹത്തിന്റെ മകനിട്ടുള്ള സെനഗലാണ്. രണ്ടാമത്തെ മകക്കിട്ടത് സമുദ്രതീരം അല്ലെ, സമുദ്രതീരം. മകളെ പേരാണ് സമുദ്രതീരം, അല്ലാതെ ഇതല്ല. സമുദ്രം എന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് വെള്ളങ്ങൾ കെട്ടി നിൽക്കുന്ന ഒരു വലിയ ഇതിന്റെ ഭാഗം തന്നെയാണ് സമുദ്രം. ആ സമുദ്രത്തിന്റെ ഒരു തീരത്താണ് ഇന്ന് അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് ആളുകളെ ചേർത്ത് നിർത്താനും അദ്ദേഹം ഇതുള്ളത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ആളുകൾ കണ്ണൂരാണെങ്കിലും കാസർഗോഡാണെങ്കിലും വയനാടാണെങ്കിലും, വയനാട്ടിൽ നിന്ന് ഇഞ്ചി കൃഷി അടക്കം ഇന്ന് എന്തെങ്കിലും ആവട്ടെ എന്നുള്ളവർക്ക് ഓടിയെത്തിയ പല പ്രമുഖരുണ്ട്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷ എല്ലാവിധ അഭിനന്ദനങ്ങളും കടപ്പാടും അറിയിക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തും 100-ലേറെ സർപ്പയജ്ഞങ്ങൾ നടത്തിയ പാമ്പ് വേലായുധൻ 45 വിഷപ്പാമ്പുകളോടൊത്ത് അന്ന് 681 മണിക്കൂർ കണ്ണാടിക്കുട്ടിൽ ചെലവഴിച്ച് ലോകമെങ്ങും പ്രശസ്തി നേടിയ വ്യക്തിയാണ്. പാമ്പ് വേലായുധന്റെ ഭാര്യ സരോജിനി, മകൾ സംഗീത, മരുമകൻ ജിതേഷ്, സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം, മധു ചാത്തന്നൂർ, ശില്പി, ശാന്തനു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഇന്ന് അച്ഛൻ മരണപ്പെട്ടിട്ട് 26ാമത്തെ ചരമവാർഷികമാണ്. നമ്മുടെ അച്ഛൻ പാമ്പ് കടിയേറ്റിട്ടാണ് മരണപ്പെട്ടത്. അച്ഛൻ്റെ കൂടെ അച്ഛൻ 80-ലാണ് സർപ്പയജ്ഞം നടത്തി, കോഴിക്കോട് സർപ്പയജ്ഞം നടത്തി പേരും പ്രശസ്തിയൊക്കെ ആവുന്നത്. ചെറുപ്പകാലം മുതലേ അച്ഛനോടൊന്നിച്ച് ഞാനും ഒരുപാട് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛൻ്റെ ഓർമ്മകൾ എന്നും നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പല ജില്ലയിലുള്ള ആളുകളാണ്, റെസ്ക്യൂർമാരും അല്ലാത്തവരുമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച് അച്ഛൻ മരണപ്പെട്ട മെയ് 1 എന്ന ദിവസം നമ്മൾ ഓരോ ജില്ലയിൽ വെച്ച് ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയി അവരോടൊത്ത് കുറേ സമയം ചെലവഴിക്കാം. അപ്പം അച്ഛൻ്റെ 2023 എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരന് തുല്യമായിട്ടുള്ള സുരേഷ് ഏട്ടൻ ഞങ്ങളെ കോഴിക്കോട് ഒളവണ്ണയിൽ വെച്ച് ഇതേപോലെ ഒരു സ്കൂളിൽ പ്രോഗ്രാം നടത്തി. അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് സുരേഷ് ഏട്ടനാണ്. എന്ത് കാര്യം നമ്മൾ ആവശ്യപ്പെട്ടാലും എത്ര തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് ഞങ്ങളോട് കൂടി ഒന്നിച്ച് നിൽക്കുന്ന ഒരാളാണ് സുരേഷ് ഏട്ടൻ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മാത്രമല്ല ഗ്രൂപ്പിലുള്ള പല ജില്ലയിലുള്ള ആളുകളാണ്, ഓരോ ജോലി, കണ്ണൂർ, പിന്നെ
വയനാട് പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ്. എല്ലാവരും ഈ മെയ് 1 ജോലിയെല്ലാം മാറ്റിവെച്ച് ഒത്തുകൂടിയിട്ടാണ്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഇന്ന് ഈ വേദിയിലേക്ക് എത്തുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് ട്രെയിനിൽ ഉറക്കമൊഴിച്ചിട്ടൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ വർഷം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്താന്നുള്ളത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഓക്കെ പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനൊരു സമുദ്രതീരം എന്നൊരു സ്ഥാപനമുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവിടെ ഉള്ളവർ, നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഒരു മടിയും കൂടാതെ ഗ്രൂപ്പിലുള്ളവരും സമ്മതിച്ച് അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നപ്പോൾ അതിലും വളരെയധികം സന്തോഷം. എനിക്ക് ഇവിടുന്ന് ഇപ്പം നല്ല ബാലൻ സാറിനെ കാണാൻ പറ്റി, വളരെയധികം സന്തോഷം. പിന്നെ ഞങ്ങളെ എല്ലാവരും ഒത്തുചേർന്ന് വേദിയിലിരിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും ഇവിടെ ഉള്ളവരെ കാണാൻ പറ്റി. ഇവിടെ ഈ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ റൂബിൻ സാറിന് കാണാൻ പറ്റി. എല്ലാവരും വളരെയധികം സന്തോഷം. പിന്നെ കൂടെ അച്ഛനുള്ള ഒരു ഫീലാണ് എനിക്കിപ്പോഴും അനുഭവപ്പെടുന്നത്. അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുറച്ചാളാണെങ്കിൽ പോലും എൻ്റെ ആഗ്രഹം മുന്നോട്ട് സാധിച്ചു തരാൻ എല്ലാവരും ഒരുക്കാണ്. ഹസ്ബൻഡായാലും കുട്ടികളായാലും. എനിക്കൊരു സുഖമില്ലാത്ത കുട്ടിയാണ്, ആ കുട്ടീനായിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അറിയാതെ വരുന്നത് എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഈ ഒരു ദിവസം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. പിന്നെ അമ്മയ്ക്ക് കഴിഞ്ഞ വർഷം സ്ട്രോക്കായിട്ട് ജീവൻ തിരിച്ചു കിട്ടിയ ഒരാളാണ്. അമ്മ അത്രയും റിസ്ക് എടുത്ത് ഞാൻ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ വെച്ച് മരണപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ തീർച്ചയായിട്ടും വരുമെന്നും പറഞ്ഞിട്ട് അത്രയും നടക്കാൻ പോലും ബുദ്ധിമുട്ടിയിട്ടാണ് അമ്മയെയും കൂട്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം സങ്കടമുള്ള ദിവസമാണ്. അച്ഛൻ നഷ്ടപ്പെട്ട ഒരു ദിവസമായതുകൊണ്ട് സങ്കടമുള്ളതാണ്. പക്ഷെ എല്ലാവരും ഒത്തുചേർന്ന് എന്നോടൊന്നിച്ച് നിന്ന് അച്ഛൻ്റെ ഓർമ്മകളിൽ നിന്ന് നിർത്തി പോകുന്ന എല്ലാവരും ഉണ്ട് എന്നുള്ള അറിയുന്നത് കൊണ്ട് വളരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. എല്ലാവർക്കും കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷെ അന്ന് പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഇവിടെ പ്രസംഗിച്ച എല്ലാവരും സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ വിട്ട് പിരിയുന്ന സമയങ്ങളിലാണ് നമ്മളെല്ലാവരും ഓടിയെത്തുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം എന്താണ് സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ആരും ഓർക്കാറില്ല, ചിന്തിക്കാറില്ല. എന്നാൽ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അവിടെ ഓടിയെത്തുന്നത് അദ്ദേഹത്തിനെ കാണാൻ, മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മാത്രമല്ല, ഞാൻ വന്നു എന്നറിയിക്കാൻ, ആ വീട്ടിലെ ആരെയെങ്കിലും മുഖം കാണിക്കുവാൻ ഓടിയെത്തുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിനിടയിലാണ് ഇന്ന് പാമ്പ് വേലായുധനെ പോലെ വലിയൊരു മനുഷ്യന്റെ ഇന്നത്തെ 26ാമത് ഓർമ്മദിനം ഈ കുടുംബത്തിൽ വെച്ച് നടത്തിയിരിക്കുന്നു. എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ പാമ്പ് വേലായുധൻ എന്ന് പറയുന്ന ഒരു പാമ്പ് പിടുത്തക്കാരനെ കുറിച്ചുള്ള കാര്യങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചു കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് മണിക്കൂറുകളോ, എനിക്ക് തോന്നുന്നത് 681 മണിക്കൂറാണ് ഒരു കണ്ണാടിക്കൂട്ടിൽ 40ഓളം വിഷപ്പാമ്പുകൾ ആ കണ്ണാടിക്കൂട്ടിൽ ഇട്ടുകൊണ്ട് അതിനകത്ത് കിടക്കുവാൻ കഴിഞ്ഞ വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മേഖല നമ്മുടെ കേരളത്തിൽ മാത്രമായിരുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ യജ്ഞങ്ങൾ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഉപകാരമായി എനിക്ക് തോന്നുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് വലിയൊരു ആദരവ് നൽകുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ബാബാ സുരേഷ് പോലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് ഓർക്കുകയല്ല ചെയ്യേണ്ടത്. അദ്ദേഹം ചെയ്യുന്ന തൊഴിലിനോട്, അദ്ദേഹം ചെയ്യുന്ന കടമയോട്, അദ്ദേഹത്തിന്റെ കർത്തവ്യത്തിനോട് നമുക്ക് ബഹുമാനം കാണിക്കണം. ഇന്ന് അദ്ദേഹം ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ ജീവിക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ആ കുടുംബത്തിനെല്ലാം ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ന് ഒഴിഞ്ഞു വെച്ചിരിക്കുന്നത്.
അദ്ദേഹത്തിന് നേരത്തെ ഇത് ഉദ്ഘാടന പ്രാസംഗം സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു വീട് വെച്ച് നൽകുവാനെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിരസിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസവും ഞാനൊരു ചാനലിൽ കാണുകയുണ്ടായി, എനിക്കെന്തിനാണ് വീട്? എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും ഹോസ്പിറ്റലിലാണ്, അവർക്ക് കിടന്നുറങ്ങാൻ ഒരു വീടിൻ്റെ ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ കാലശേഷം എന്തിനാണ് എനിക്കൊരു വീട് എന്ന ഒരു ചോദ്യചിഹ്നമാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു വീട് വേണമെന്നാണ്. തലചായ്ക്കാൻ ഒരിടം, അതിനല്ല, നമ്മളത് ഐഡന്റിറ്റിക്ക് ഒരു വീട് വേണം. ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ആ വീടല്ല നമുക്ക് ആവശ്യം, തലചായ്ക്കാൻ നല്ലൊരു ഇടത്തിനാണ്. അദ്ദേഹം ഓടുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണെങ്കിൽ അദ്ദേഹത്തിന് തലചായ്ക്കാൻ ഒരു ഇടം വേണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിക്കണം. അതിനുപരി അദ്ദേഹത്തിന്റെ സഹോദരിയെ സംരക്ഷിക്കുവാൻ ഈ സമൂഹം തയ്യാറാവണം. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ട് ഒരു കാരണവശാലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ല. അദ്ദേഹം ഒരു കാരണവശാലും ഒരാളുടെ മുമ്പിലും കൈനീട്ടാൻ സാധ്യതയില്ല. അറിഞ്ഞു കൊടുക്കുന്ന പല ആൾക്കാരും ചിലപ്പോഴുണ്ടാവാം. അദ്ദേഹത്തിന് എന്തെല്ലാം ചെലവുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം സഹോദരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും നമ്മളോടൊപ്പം ചിരിച്ചും കളിച്ചും അദ്ദേഹം ഇവിടെ കൂടിയിരിക്കുക. അവരെയെല്ലാം സഹായിക്കേണ്ട കടമ നമ്മുടെ സമൂഹത്തിനുണ്ട്. ഇന്ന് ഒരു ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെടുന്ന ഭർത്താവിൻ്റെ ആ അനുസ്മരണ ദിനത്തിൽ പങ്കെടുക്കുവാൻ ഒരു അമ്മയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ട വിയോഗ ദിനത്തിൽ ആ ഒരു മകൾക്ക് പങ്കെടുക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ, നിറ കണ്ണുകളുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മൈക്കിന്റെ മുന്നിൽ നിന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് സൂചിപ്പിക്കാനുണ്ട്. സ്വന്തം അച്ഛനെ കുറിച്ചല്ല, അച്ഛൻ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല, സമൂഹം എങ്ങനെയാണ് പാമ്പ് വിലാതെന്ന ആ മനുഷ്യനെ സമൂഹം കണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുമ്പോൾ, ഇന്ന് 26 വർഷം പിന്നിടുമ്പോൾ സമൂഹം അദ്ദേഹത്തെ ആ എങ്ങനെയാണോ കാണുന്നത് അതിന് അപ്പുറം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചവരും മറ്റെല്ലാവരും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അതാണ് ഈ സമൂഹം കാണിക്കേണ്ട ആദരവുകൾ. ഇന്ന് പല ആളുകൾക്കും പല അവാർഡുകളും ലോകം അറിയപ്പെടുന്ന ആദരവുകൾ ഏറ്റുവാങ്ങുന്നുണ്ട്. തങ്ങളും ബാലൻ ചേട്ടനെ പോലുള്ള മഹത് വ്യക്തികൾ എന്തെല്ലാമാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അവർക്കൊന്നും അത്തരം ആദരവുകൾ ഈ സമൂഹം നൽകുന്നില്ല എന്നൊരു വിഷമവും ദുഃഖവും ഞങ്ങളുടെ ഇടയിലുണ്ട്. അതിനെല്ലാം പരിഹാരം കാണുവാൻ സമുദ്രതീരത്തിന്റെ പുതിയ മന്ദിരം പൂർത്തിയാവുന്ന മുറയ്ക്ക് തന്നെ അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഞങ്ങൾ നടക്കുന്നത്. ഇന്ന് ഇതിന്റെ സ്റ്റേജിന്റെ പിന്നിലായി അറിയപ്പെടുന്ന മഹത് വ്യക്തി ആ പിന്നിന്റെ കസേരയിൽ ഇരിപ്പുണ്ട്. ഇന്ന് നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു ശിവലിംഗം പണിഞ്ഞ ഒരു വ്യക്തിയുണ്ട്, വലിയൊരു കലാകാരനാണ്. ശബരിമലയിൽ ഇപ്പോൾ പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പനെ പണിഞ്ഞ ഒരു മഹത് വ്യക്തിയുണ്ട്. നമ്മുടെ നാട്ടുകാരനാണ് ചന്ദനു. അദ്ദേഹത്തിന് എനിക്ക് കിട്ടി ഈ സമുദ്രം കൂട്ടുകുടുംബത്തിന്റെ ആ കോമ്പൗണ്ടിൽ അദ്ദേഹത്തിന് കലാവിരുന്ന്, ആ കൈവിരുന്നും അവിടെ മാറ്റുരയ്ക്കുകയാണ്. 4ാമത്തെ മാസമാണ് അദ്ദേഹം അവിടെ തുടർച്ചയായി ഇരിക്കുന്നത്. അദ്ദേഹം പല വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ശില്പങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലൂടെ പണിയാൻ കഴിഞ്ഞിട്ടെങ്കിലും അവിടെയൊന്നും പൂർണ്ണമാക്കാൻ അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ അദ്ദേഹം 4 മാസം കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് മനോഹരമായ ശില്പങ്ങളാണ് പടുത്തുയർത്തിയത്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചന്ദനുവിനെ ഏറെ സ്നേഹത്തോടെ ഈ കുടുംബത്തിന്റെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. അദ്ദേഹത്തിനും ഒരു സമ്പത്ത് നോക്കിയിട്ടല്ല അദ്ദേഹം ഇവിടെ വന്ന് നമുക്ക് വേണ്ടത് സഹായം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ശമ്പളം, ഒരു നേരത്തെ ശമ്പളം മേടിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം പോലും നമ്മളെ ഈടാക്കാറില്ല. ഏറെ സ്നേഹമാണ്. അദ്ദേഹം ഇന്ന് പണി സൈറ്റിൽ നിന്ന് പണിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ബാലചേട്ടനും ബാബുസേനി ചേട്ടനെല്ലാം വന്നെന്ന് പറഞ്ഞപ്പോൾ ഓടി എത്തുകയാണ് ചെയ്തത്. ആ പണി അവിടെ നിർത്തി വെച്ചിട്ടാണ് ഇവിടേക്ക് എത്തിയത്. ഏറെ സ്നേഹമാണ്, സന്തോഷമാണ്.
അതാണ് ജൂൺ മാസം പകുതിയോടുകൂടി അതിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ ഡേറ്റ് എടുത്തിരിക്കുകയാണ്. അതിന് നല്ല പണിപ്പുരയിലാണ് ഞങ്ങൾ പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇങ്ങനെ ഒരു ദിവസം ഇവിടെ വെച്ചാലും ഇതിന് മുന്നേയും കഴിഞ്ഞ ഓണത്തിന് എന്താ കിഷോർ സാർ ഉൾപ്പെടെ ഇവിടെ വന്ന് 2 ദിവസം തങ്ങി ഇവിടുത്തെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും അത് കൗമുദി ടിവിയിലൂടെ സംരക്ഷണവും ചെയ്യുകയും ചെയ്തു. ഏറെ സന്തോഷമാണ്. ഇവിടുത്തെ അച്ഛന്മാരും അമ്മമാരും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ കൗമുദി ടിവിയിലൂടെ കഴിഞ്ഞതിലും ഏറെ സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇതൊരു പ്രസംഗ വേദി അല്ലാത്തത് കൊണ്ട് ഞാൻ ഏറെക്കുറെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞങ്ങളെ ചേർത്ത് പിടിച്ച് നിങ്ങൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന കുറേ ആളുകളുണ്ട്, കുറേ സുഹൃത്തുക്കൾ. കുറച്ച് ആളുകളുടെ ജീവിതങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. പാമ്പ് പിടുത്തം മാത്രമല്ല അവര് ജീവിതവും ഉപജീവനമാർഗവും. അത് അദ്ദേഹത്തിന്റെ ഓരോ വ്യക്തിയിലൂടെയും ജീവിതത്തിന് അപ്പുറം അവന് ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനം എനിക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 400ഓളം ബോഡികൾ മറവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വലിയ മനുഷ്യൻ ഇന്ന് ഈ കുടുംബത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളെക്കായി ഏറെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്ന പല ജില്ലയിലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഈ കുടുംബത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു ദിവസം മുന്നേ ഇവിടെ എത്തിച്ചേർന്ന് ഈ കുടുംബത്തോടൊപ്പം ചേരുവാനും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും എത്തിച്ചേർന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പിരിയുമ്പോൾ ഇനിയും ഇവിടെ എത്തിച്ചേരാം എന്ന ഒരു വാക്കോട് ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇവിടെ നിന്ന് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അനുശോചന ദിനത്തിൽ സമുദ്ര കൂട്ടുകുടുംബത്തിന്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു അനുസ്മരണ സമ്മേളനം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇത് ഉൾക്കൊള്ളുന്നത്. ഇന്ന് രാവിലെയാണ് എൻ്റെ പ്രാധാന്യം എനിക്ക് റോൾ സിംഗ് സാർ വിളിച്ചപ്പോൾ അറിഞ്ഞത്. വളരെ സന്തോഷം. പിന്നെ അദ്ദേഹത്തിൻ്റെ മകള് ഇവിടെ സംസാരിച്ചതുപോലെ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ഓർക്കുന്നല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നേരത്തെ റോൾ സിംഗ് സാർ ഇവിടെ സൂചിപ്പിച്ച് ഒരു ഡെഡ് ബോഡി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എപ്പോഴും അടക്കം എപ്പോഴാണെന്നാണ്. അത്രയും കാലം നല്ല കാര്യങ്ങൾ ചെയ്ത ഒരാളാണെങ്കിൽ കൂടെ മരണ കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴടക്കം നമുക്ക് എത്രയും പെട്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരിക. പിന്നെ ഓരോ നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു വില ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആ ഒരു മെസ്സേജ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് എത്രത്തോളം പ്രാധാന്യം സമൂഹം കൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നെ ഇതിലേക്ക് വിളിച്ച എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ബാലൻ സാറിൻ്റെ കൂടെ ഒരു 10-25 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ഞങ്ങൾ ഒരു ഫാമിലി പോലെയാണ്, അത്രയും അടുപ്പമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടി സന്തുരതീരം എന്നുള്ള ഈ വയോജന കേന്ദ്രത്തിലേക്ക് എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും ചെയ്യും. ഇനിയും ഭാവിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. എന്നെക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇതിൻ്റെ ഒരു പ്രവർത്തനം മുന്നോട്ട് നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ പ്രൗഢമായ വേദിയിൽ എന്നെപ്പോലത്തെ എളിയ കലാകാരൻ വാക്കുകൾ കൊണ്ട് വലിയ അഭ്യാസമൊന്നും കാണിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും ഈ വേദിയിൽ റുവൽ പോലിനെ ഇത്രയും മനുഷ്യന് വേണ്ടി ഒരു മനുഷ്യൻ്റെ പ്രയത്നം ഇത്രയേറെ മഹത്തായ ഒരു അധ്യായം എഴുതി ചേർക്കുന്നത്, ചരിത്രത്തിൽ മഹത്തായ അധ്യായം എഴുതി ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു മനുഷ്യന് സാധ്യമാണോ എന്നാണ് നമ്മൾ പലപ്പോഴും ആലോചിച്ചു പോകുന്നത്. ഒരു മനുഷ്യന് സാധ്യമല്ലാത്ത മറ്റ് സഹായങ്ങൾ കുറയുന്നു, മനുഷ്യൻ്റെ സ്നേഹം കുറയുന്നു, മെറ്റീരിയൽ ബെനിഫിറ്റ്സും അതിൻ്റെ പരമോന്നതിലെത്തിക്കുന്ന ഒരു ഘട്ടത്തിൽ എനിക്ക് എന്ത് കിട്ടും എന്നതിനപ്പുറം മറ്റൊരാൾ ചിന്തിക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ ഇത്ര ഒരു സംരംഭം എടുക്കുക എന്ന് വെച്ചാൽ, അനാഥരായ കുറേ മനുഷ്യരെ എടുക്കുക എന്ന് വെച്ചാൽ, അവരെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ, നമുക്കത് സാധ്യമല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അതിനെയൊക്കെ തിരുത്തിക്കൊണ്ട് ഒരാൾ നമുക്ക് മുമ്പേ കൈപിടിച്ച് നമ്മളെ നയിക്കുന്നു. ഞാൻ നാളെ വീണു പോയാൽ എന്നെ തപ്പിയെടുക്കാൻ ഈ സമൂഹത്തിൽ ആളുണ്ട് എന്നൊരു തോന്നൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും ഒരു പച്ചിപ്പിൻ്റെ വള്ളി എന്നെ ചുറ്റി വിരിയുന്നു, എവിടെയെങ്കിലും ഒരു ആർദ്രത എന്നിലേക്ക് പകരുന്നു എന്ന് ചിന്തിക്കാൻ മനുഷ്യന് പ്രാപ്തമാക്കുന്ന പ്രിയപ്പെട്ട സിംഗ്, നിങ്ങൾ ഈ എടുക്കുന്ന ഓരോ എഫർട്ടും ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണെന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കാരണം
1 മാസം കൊണ്ടൊരു ശില്പം തീർക്കാമെന്ന് പറയുന്ന കണക്കിലാണ് ഞാൻ വന്ന് പറ്റിയത് തന്നെ. പൈസ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യവും. എന്തോ നിർവഹിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് നിൽക്കാതെ വരികയും അതിൻ്റെ മനോഹാരിത എത്രത്തോളം കൂട്ടണം, അതൊരു ജയിലല്ല, അതൊരു മനോഹരമായ ഒരു സമുച്ചയമാണെന്ന് തീർക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ അതിപ്പോൾ ഏതാണ്ട് വലിയ തുക കടന്നു പോവുകയും ചെയ്യും. ഈ മനുഷ്യൻ ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കാൻ എവിടുന്ന് സംഘടിപ്പിക്കുന്നു പറയുമ്പോൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ പൈസ എണ്ണി മേടിക്കാൻ പറ്റും. എൻ്റെ ഹൃദയം എന്നോട് തന്നെ കൽപ്പിക്കുന്ന പല വാക്കുകളുണ്ട്. നിനക്ക് നാണമാവുന്നില്ല അയാളെ നിന്ന് പൈസ മേടിക്കാൻ. ആ ചോദ്യം എന്നെ ആ കൂടി നിരന്തരം വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ എങ്കിലും വൈകുന്നേരത്ത് മറ്റുള്ളവരുടെ വേദനയിൽ ഒരു ജോലിക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ കുടുംബ പശ്ചാത്തലം കണക്കിലെടുത്തായിരിക്കും മറ്റുള്ളൊരു നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വരുന്നു. അവിടെയും അദ്ദേഹം പറയുന്ന വാക്കുകൾ വളരെ ശുദ്ധമാണ്. അവർക്കും കുടുംബമില്ലേ, അവരുടെ മക്കൾ കഴിയണ്ടേ, അപ്പം നിങ്ങളിത് മേടിക്കൂ എന്ന് പറയുന്നു. ഇവിടെയാണ് ആ മനുഷ്യനെ ഞാൻ പൂരിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മളെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുമെന്ന് പറയുന്നത്. നമ്മൾ പറയുമല്ലോ ഈശ്വരൻ ഉണ്ടോ ഇല്ലെന്ന്, അതൊക്കെ വേറെ വിഷയങ്ങൾ. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുമെങ്കിൽ, അനാഥൻ്റെ മുമ്പിൽ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുമെങ്കിൽ, ആ പ്രത്യക്ഷ ദൈവം എന്ന് ഞാൻ തീർച്ചയായിട്ടും റൂവലിനെ വിളിക്കും. നമ്മൾ കണ്ട ഏറ്റവും നല്ല ഈശ്വരൻ. അത് ഈ വാക്ക് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു പൊതുവേദി പറയുന്നത് ഞാൻ അദ്ദേഹത്തിനോട് എന്ന് പറഞ്ഞാൽ ഈ വാക്കൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. എങ്കിലും ഈ നന്മയ്ക്ക് മുമ്പിൽ ഈ വന്നു ചേർന്ന എല്ലാ പ്രിയപ്പെട്ട പാമ്പ് വേലായുധൻ ചേട്ടൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ ഇന്നെല്ലാവരും നമുക്കൊന്ന് വരാനും ഇവിടെ നിന്ന് വന്നു പോകാനും എനിക്ക് സ്നേഹമായിട്ട് ഒന്ന് സംസാരിക്കേണ്ടി വന്നതിലും അതിനകത്ത് സംസാരിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ എങ്കിലും ഒരു വലിയ സന്തോഷം. മണ്ഡലപാലിനെ പോലുള്ള ലെജൻഡുകൾ, ബാബ സുരേഷിനെ പോലുള്ള എന്ന് ലോകം അറിയുന്ന ലെജൻഡുകൾ ഈ പ്രൗഢമായ വേദി ഇരിക്കുമ്പോൾ ഏറെ ഒത്തുചേരാൻ പറ്റുന്നില്ല. അത്യവായ സന്തോഷമുണ്ട്. നിൽക്കുന്ന എല്ലാ അച്ഛനമ്മമാർക്കും പ്രത്യേകിച്ച് റൂവലിനോടും എൻ്റെ സ്നേഹാദരവ് ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുള്ള പാമ്പ് പിടുത്തക്കാരും സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. പാമ്പ് സംരക്ഷകർക്കും ജീവകാരുണ്യ പ്രവർത്തകർക്കും ചടങ്ങിൽ പന്തളം ബാലൻ ആദരവ് സമർപ്പിച്ചു.
സ്നേക് മാസ്റ്റർ വാവ സുരേഷിന് കോഴിക്കോട് പാമ്പ് വേലായുധൻ സ്മാരക ട്രസ്റ്റിന്റെ പ്രത്യേക ഉപഹാരം അംഗങ്ങൾ കൈമാറി.